ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറുപരിപ്പ് പായസം റെഡിയാക്കലാണ്. നമുക്ക് പരിപ്പ് പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് പരിപ്പ് പായസം. അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് ഇന്ന് ഓണം വരുമല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ പായസമായിട്ട് പരിപ്പ് പായസം റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് 1/4 കിലോ പരിപ്പാണ്. നമുക്ക് ഈ പാനിലിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ പാൻ കത്തിക്കട്ടെ. നമുക്ക് ചെറു തീയിൽ മതി ഇത് ചൂടാക്കാനായിട്ട്. ചെറു തീയിൽ ചൂടാക്കിയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ചെറു തീയിൽ ചൂടായി ഇതിൻ്റെ നിറം ഒന്ന് മാറും. ഇത് ഇപ്പോൾ ഈ കളറിലാണല്ലോ. ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് അടപ്പയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതാ പരിപ്പിൻ്റെ നിറം മാറി തുടങ്ങി. ഇത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി ഒരു പാത്രത്തിലാക്കി എടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് അടപ്പയിൽ വെക്കണം. തീ കിടത്താം. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തൊരു പാത്രത്തിലാക്കിക്കൊണ്ട് വരട്ടെ. വെള്ളം ഒഴിച്ച് പരിപ്പ് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് കഴുകി ഈ പാത്രത്തിലേക്ക് വെക്കണം. അടപ്പിട്ട് വെക്കണം വെള്ളം ഒഴിച്ച്. അപ്പോൾ കഴുകി എടുക്കട്ടെ. ഞാൻ പരിപ്പ് കഴുകിക്കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് അടപ്പയിൽ വെച്ച് ഇനി തീ കത്തിക്കട്ടെ. ഈ പരിപ്പ് തിളച്ച് താഴോട്ട് വീഴാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് പരിപ്പ് തിളച്ച് പോരുമില്ല. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്തത് പിഴിഞ്ഞ് പാലെടുക്കണം. അതിൻ്റെ 1-ാം പാലും 2-ാം പാലൊക്കെ ആയിട്ട് തിരിച്ചെടുക്കണം. അപ്പോൾ അത് ഈ സമയത്ത് ഇത് വേവുമ്പോഴത്തേക്ക് ചെയ്തെടുക്കാം. ഇത് 2 തേങ്ങയുടെ തേങ്ങാപ്പീരയാണ്. ഞാൻ 1/4 കിലോ പരിപ്പിന് 2 തേങ്ങയുടെ പാലെടുത്ത് പിഴിഞ്ഞെടുക്കും. ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലുമായിട്ട് തിരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യട്ടെ. ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഇത് 1-ാം പാല് പിഴിഞ്ഞെടുത്തതാണ്. ഇതിനകത്തേക്ക് ഞാൻ ഏലക്കയും ജീരകവും പിന്നെ ഇത്തിരി ചുക്കും കൂടി കൂട്ടി പൊടിച്ചതാണ്. ഇത് ഒരു 2 സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുക. 2 സ്പൂണെന്നില്ല, കുറച്ച് ഇത്തിരി. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇത് ഇങ്ങനെ ഇട്ട് വെച്ചേച്ച് 1-ാം പാല് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചു. പിന്നെ 2-ാം പാല് ഞാൻ ഇത് പിഴിഞ്ഞെടുത്ത് ഇത്രയും പാലെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കിലോ പരിപ്പിന് നമുക്ക് 1/2 കിലോ ശർക്കര വേണം. ഇത്രയും ശർക്കര 1/2 കിലോ ശർക്കര വേണം 1/4 കിലോ പരിപ്പിന്. എല്ലാം നമ്മൾ 1/2 കിലോ പരിപ്പ് എടുക്കണമെങ്കിൽ 1 കിലോ ശർക്കര, അങ്ങനെയാണ് കണക്ക്. പായസത്തിന് ശർക്കര ചേർക്കണത് അങ്ങനെയുള്ള കണക്കിലാണ്. അപ്പം ഞാനിത് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഈ പരിപ്പ് ഒരു ഉരുളിയിലേക്ക് ആക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് പിന്നെ വേവില്ല. പരിപ്പ് വെന്ത് തന്നെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാമുള്ളൂ. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളണം. ശർക്കരയും പരിപ്പും കൂടി നന്നായിട്ട് വഴറ്റണം. ഈ ശർക്കരയിൽ അഴുക്കൊന്നുമില്ല. ഇത് നല്ല ശർക്കരയാണ്. അതുകൊണ്ടാണ് ഞാൻ പാനിയാക്കാഞ്ഞത്. നല്ല കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ പാനിയാക്കി എടുത്ത് അരിച്ചെടുത്തിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട്. നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി ചേർന്ന് ശർക്കരയും ഇനി പരിപ്പും കൂടി നന്നായിട്ട് വരട്ടണം. വരട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉരുളിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണപ്പെടും. അങ്ങനെ നന്നായിട്ട് വരട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് വരട്ടിയിട്ടുണ്ട്. വരട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഉരുളി നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് കാണും. വേണ്ട, ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കണം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിപ്പോൾ എത്രയായിട്ടുള്ളൂ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതും ഇനി ബാക്കി മൊത്തം മുഴുവൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിക്കുകയല്ല, ഒന്ന് ചെറിയ ഒരു കുറുകൽ പോലെ വരണം പരിപ്പ് പായസം. പിന്നെ നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞ് ഇതിനകത്തേക്ക് 1-ാം പാല് ചേർക്കുള്ളൂ. 1-ാം പാലും അതിനകത്ത് ജീരകവും ഏലക്കയും ചുക്കും കൂടി പൊടിച്ച് ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട്
മിക്സ് ചെയ്യും, പിന്നെ തിളപ്പിക്കുകയില്ല, അടപ്പയിൽ വാങ്ങി വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം കുടിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? നല്ല ടേസ്റ്റാണ്. പരിപ്പ് പായസം കുടിക്കാത്തവരാരുമില്ല. പരിപ്പ് പായസം കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സെങ്കിലും കുടിക്കണം. നമ്മുടെ പായസം ശരിക്കും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പായസം ഓക്കെ ആണോ എന്നറിയാനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒഴുകുമെന്ന് നോക്കണം. ഒഴുകുവാണെങ്കിൽ ആയിട്ടില്ല, ഒന്നും കൂടി ഇതാക്കണം. ഒഴുകിയില്ലെങ്കിൽ നമ്മുടെ പായസം കറക്റ്റ് പാകമാണ്. തണുത്ത് കഴിഞ്ഞ് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ ഏലക്കയും ജീരകവും ചുക്കും കൂടി ഇട്ട് പൊടിച്ച പൊടി ഇതിനകത്ത് ഈ ഒന്നാം പാലിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കൊരു പാത്രം അടപ്പ് വെച്ച് അതിനകത്തേക്ക് ഇത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തീരെ കുറച്ച് കത്തിച്ചാൽ മതി. എണ്ണിട്ടിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഒന്ന് മൂക്കണം. തേങ്ങാക്കൊത്തിൻ്റെ നിറം മാറിയിട്ടുണ്ട്. നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ മൂത്തിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ട് നമുക്ക് തീ അടച്ചിട്ട് വാങ്ങി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമ്മുടെ പായസം റെഡിയായി വാങ്ങി വെച്ചു. ഞാൻ ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക സെർവ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇരുന്നാൽ ഇത് കുറുകും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് പ്രസന്ന. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.